ഇത് നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് ചാറൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ബാമിക്ക് ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ കോട്ടൺ സ്റ്റൈൽ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള 2 സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തത്, ഒരു ചെറിയൊരു തക്കാളി അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളായിട്ട് ഒരു സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, 1 സ്പൂണോളം മുളക് പൊടി. എരിവിനനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മല്ലിപ്പൊടി, കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി 2 കീറിയെടുത്തത്, 2 പച്ചമുളക് നെടുകെ കീറിയെടുത്തത്. കറിക്കായിട്ട് ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ വേണം. ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് കറിക്കായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിടാതെ പേസ്റ്റ് ആക്കി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പേസ്റ്റ് ആക്കി ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതും കൂടെ നന്നായിട്ട് വഴറ്റി ചേർത്ത് തക്കാളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊന്ന് വീണ്ടും ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കനിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഇപ്പൊ അത്യാവശ്യം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം
ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണ്ട ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് ചാറൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തിളക്കണ്ട, ചെറു ചൂടായി വന്നാൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണം. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്